പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ. ആലൂ ദം എന്നാണ് ഇതിൻ്റെ പേര്. ഉരുളക്കിഴങ്ങ് മാത്രമാണ് ഇതിൽ വെജിറ്റബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അധികം ടൈം എടുക്കാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ റെസിപ്പി കൂടിയിട്ടാണ് കേട്ടോ ഇത്. ചപ്പാത്തിക്ക് നല്ലൊരു സൈഡ് ഡിഷാണിത്. അതേപോലെ തന്നെ അധികം മസാലയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ആദ്യം ഞാനിപ്പോൾ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കുക്കറിൽ 2 വിസിൽ വരുത്തിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒന്ന് വേവിച്ചിട്ട് എടുത്തതാണ്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് വേണം കേട്ടോ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ. ഒരു മീഡിയം സൈസിലുള്ള 4 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചത് മാറ്റി വെച്ചു. നമുക്കിനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഈ 2 വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുക. മിക്സിയിൽ ചെറിയ ജാർ എടുത്താൽ മതി, എന്നാലേ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം പച്ചമുളക് 6 എണ്ണം ഇട്ടിട്ടുണ്ട്. നമ്മളിനി വേറെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അപ്പം നമ്മളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി അതും ചെറുതാക്കി അരിഞ്ഞത്, പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ജീരകം, ചെറിയ ജീരകമാണ്, അത് ടീസ്പൂണിലാണ്, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് മല്ലി, അത് ടേബിൾ സ്പൂണിലാണ് കേട്ടോ, മല്ലിയും കൂടെ ചേർക്കുക. ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയിൽ ചെറിയ ജാർ എടുത്താൽ ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്കിനി ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു കടായി നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബേ ലീഫ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് വലിയ ബേ ലീഫായിരുന്നു. ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരുമല്ലോ. അത് കഴിഞ്ഞാൽ 2 ഗ്രാമ്പൂവും പിന്നീട് 2 പട്ട, ചെറിയ 2 പീസ് പട്ടയും 2 ഏലക്കായും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും കേട്ടോ. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് അങ്ങനെ മൊരിയിച്ചിട്ട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി. അതൊക്കെ പെട്ടെന്ന് റെഡിയാവും. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. ഈ സമയത്ത് തൈര് ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ചട്ടിയിലാണ് കേട്ടോ തൈര്, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ചട്ടിയിലാണ് തൈര് ഉറവൊഴിക്കുന്നത്. ചട്ടിയിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഒരുപോലെ ആ ഒരു ടെക്സ്ചർ, അധികം പുളിപ്പും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് അതിനെക്കുറിച്ച് പറയാം കേട്ടോ. 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പിരിഞ്ഞു പോവില്ലേ എന്ന്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ തൈര് ഒരിക്കലും പിരിഞ്ഞു പോവില്ല കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ അവർ കുറേ കറികളിലൊക്കെ ഇതുപോലെ തൈര് ചേർക്കാറുണ്ട്. അവർ തൈര് ഉണ്ടാക്കുന്നതും ഇതേപോലെ മൺചട്ടി മടുക്ക എന്ന് ഹിന്ദിയിൽ പറയുമല്ലോ, ഇതെല്ലാം ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ തൈര് നല്ല ടേസ്റ്റ് ചെയ്യണം. എന്താ പറയുക, ഒരു നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ്. നല്ല മൺചട്ടികളിൽ നമ്മൾ തൈര് റെഡിയാക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഈ മൺചട്ടി അത് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ വെള്ളമൊന്നും തീരെ മേളിൽ കാണില്ല. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് തൈര് റെഡിയാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസും പിന്നെ ഒരു 1/4 ഗ്ലാസും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ മിക്സി കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് 1.25 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് തിക്കായിട്ട് ഗ്രേവി ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എടുത്ത ക്വാണ്ടിറ്റിക്ക് 1.25 ഗ്ലാസ് വെള്ളം കറക്റ്റാണ്. നമ്മൾ ഇനി ഗ്രേവിക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ പൊട്ടറ്റോയിൽ മാത്രം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി. ഒരുപാട് കുറുക്കണ്ട, ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 to 6 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ട്, എല്ലാം കുക്കായത് തന്നെയാണ്, പക്ഷെ ഒന്ന് മിക്സായിട്ട് വരണമല്ലോ. ഈ ഉരുളക്കിഴങ്ങിൽ ഇത് ഗ്രേവിയൊക്കെ നന്നായി മിക്സായിട്ട് മസാലയൊക്കെ നന്നായി പിടിച്ച് വരണമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കാനില്ല. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിക്കായിട്ട് വരും. ഈ ഒരു തിക്നെസ്സിന് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇത്രയല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇത് ചപ്പാത്തിക്കാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ. അപ്പത്തിൻ്റെ കൂടിയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടി അത്രയ്ക്ക് പോരാ കേട്ടോ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ചെയ്യണം. നേരത്തെ ഞാൻ ചട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ,
ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ പാൽ ഉറവിച്ച് വെക്കാറുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ ഉറവിച്ച് വെക്കാനേ തോന്നില്ല കേട്ടോ. അത്രയും നല്ല ടേസ്റ്റിയാണ് മൺചട്ടിയിൽ നമ്മൾ പാൽ ഉറവിച്ച് വെച്ച് കഴിഞ്ഞാൽ. മൺചട്ടി വാങ്ങുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ മതി. നല്ല റഫായിട്ടുള്ള മൺചട്ടി നോക്കി വാങ്ങാം. അത് സ്മൂത്തായിട്ടുള്ളതും അതുപോലെ നല്ല റെഡിഷ് കളറായിട്ടുള്ളതും വാങ്ങരുത് കേട്ടോ. അതൊന്നും അത്ര നല്ലതായിരിക്കില്ല. നല്ല മൺചട്ടികളാകുമ്പോഴേ നമ്മൾ വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ഒന്ന് കഴുകുമല്ലോ, ആ സമയത്ത് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. അതേപോലെ തന്നെ കഴുകുമ്പോൾ നല്ലൊരു മണ്ണിൻ്റെ മണവും കൂടി വരാറുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ വെള്ളം എന്തെങ്കിലും നിറച്ച് വെക്കുകയാണെങ്കിൽ വെളിയിലേക്കൊക്കെ വെള്ളം കിനിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അടിയിലൊരു പാത്രം വെക്കേണ്ടി വരും. അതൊക്കെയാണ് കേട്ടോ നല്ല മൺചട്ടികൾ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൊന്ന് ഫോളോ ചെയ്യുന്നവരെ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.